കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ സീറ്റ് നീക്കുപോക്കിന്റെ ഭാഗമായി ജൂലൈ മാസത്തിൽ ഒഴിവ് വരുന്ന UDFന്റെ ഏക രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് കൈമാറാൻ ധാരണയായതോടെ രാജ്യസഭയിൽ UDF അംഗത്വം ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിലൊതുങ്ങും. മാത്രമല്ല, രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഒരെണ്ണത്തിലൊതുങ്ങുമ്പോൾ മുസ്ലിം ലീഗിന് 2 രാജ്യസഭാംഗങ്ങളെ ലഭിക്കും. ജൂലൈയിൽ 2ാം രാജ്യസഭാ സീറ്റ് കൂടി ലീഗിന് നൽകുന്നതോടെ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ജബി മേത്തറിൽ മാത്രമായി ഒതുങ്ങും. ലീഗിന് നിലവിലുള്ള അബ്ദുൾ വഹാബിന് പുറമെ 2ാമത് രാജ്യസഭാംഗം കൂടി ഉണ്ടാകും. ലീഗ് 3ാം സീറ്റ് ആവശ്യപ്പെട്ടത് 5ാം മന്ത്രിവിവാദത്തിന് തുല്യമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കോൺഗ്രസിന് ആശങ്കയുണ്ടായിരുന്നു. അതൊഴിവാക്കാനാണ് ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ലീഗിനെ 2-ൽ തീരുമാനിച്ചത്. എങ്കിൽ അധിക രാജ്യസഭാ സീറ്റെന്ന ആവശ്യം ലീഗ് ഉന്നയിച്ചു. അവരതിൽ വാശി പിടിക്കുകയും ചെയ്തു. അത് രഹസ്യ ധാരണയാക്കി മാറ്റാമെന്ന ആലോചനയുണ്ടെങ്കിലും പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന് ലീഗ് നിർബന്ധം പിടിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച് തികച്ചും ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിലാണ് ഇഷ്ടമില്ലാത്ത ഈ തീരുമാനം. അതല്ലെങ്കിൽ ലീഗ് കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നു. ലീഗ് മുന്നണി വിടുകയോ നിഷ്പക്ഷ നിലപാട് കൈക്കൊള്ളുകയോ ചെയ്താൽ കോൺഗ്രസിനും കേരള കോൺഗ്രസുകൾക്കും കൂടി ഒരു രാജ്യസഭാംഗത്തെ വിജയിപ്പിക്കാനുള്ള അംഗബലം നിയമസഭയിലില്ല. അപ്പോൾ ഒന്നുമില്ലെന്നതാകും ഗതി. ലീഗിന്റെ 4ാം MP സ്ഥാനം മലബാറിൽ UDFന് ഗുണം ചെയ്യുമെങ്കിലും കോട്ടയം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലീഗ് സീറ്റെണ്ണം കൂട്ടണമെന്ന ആവശ്യം ഉന്നയിക്കും. കഴിഞ്ഞ തവണ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ലീഗ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. ഫലത്തിൽ കോൺഗ്രസിന് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന നിലയിലാണ് ലീഗിന്റെ പുത്തൻ ആവശ്യങ്ങളും.